പാരഡി ഗാനത്തിലെ കേസ് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ പോലീസിൽ തർക്കം നിലനിൽക്കുമ്പോഴും കേസുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാർ തീരുമാനം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് വ്യക്തം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയവും VC നിയമന വിഷയത്തിൽ സർക്കാർ ഗവർണർക്ക് കീഴടങ്ങി എന്നതടക്കമുള്ള ആരോപണങ്ങളും സജീവ ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് കേസിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. കേസെടുത്ത നടപടിയിൽ CPIക്കുൾപ്പെടെ അതൃപ്തിയുണ്ട്. പിന്നണിക്കാർക്കെതിരെ കേസെടുത്താൽ നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പാരടിപ്പാട്ടിൽ കേസെടുത്തത് പൊല്ലാപ്പാകുമെന്ന ആശങ്കകൾക്കിടയിലും തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പോലീസിന് ലഭിച്ച നിർദ്ദേശം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിക്കുന്ന ഇടതുപക്ഷം പാരടിപ്പാട്ടിൽ കേസെടുത്ത നടപടി ശരിയായില്ലെന്ന പക്ഷമുള്ളവർ പാർട്ടിയിലും മുന്നണിയിലുമുണ്ട്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ നിന്ന് ചർച്ചകൾ വഴിതിരിച്ചുവിടാൻ പാരഡി കേസ് തുണയ്ക്കുമെന്നാണ് CPMലെ ഒരു വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. കേസിൽ പാർട്ടിക്ക് പ്രത്യേക താല്പര്യമില്ലെന്നും വിശ്വാസ സമൂഹത്തിന്റെ ആശങ്കകൾക്കൊപ്പമാണ് സർക്കാരെന്നുമുള്ള നിലപാടും ഇതിന്റെ ഭാഗമാണ്. എനിക്കറിയില്ല, അത് നിയമപരമാണ്. പാർട്ടി ഒരു നിലപാടൊന്നും അത് സംബന്ധിച്ച് എടുത്തിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടില്ല. വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നവർക്കെതിരെ കടുത്ത നടപടി എന്ന നിലപാടിലൂടെ ശബരിമല വിശ്വാസികളുടെ പിന്തുണ നേടാനാകുമോ എന്ന ശ്രമവും CPM നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിശ്വാസത്തെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ മൂർത്തിയെ കളിയാക്കുകയോ ചെയ്യുന്ന നിലയിൽ ആ സമൂഹത്തിന് വേദന ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാരഡി ഗാനം നമുക്കത് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. പാരഡി ഗാനത്തിൽ കേസെടുത്തത് പാരഡിയേക്കാൾ വലിയ തമാശയെന്നാണ് പ്രതിപക്ഷ പരിഹാസം. കേസും ചർച്ചകളും ശബരിമല വിവാദം കുറെ കൂടി സജീവമാക്കാൻ ഉപകരിക്കുമെന്നും UDF കണക്കുകൂട്ടുന്നു. ഇത് കേരളത്തിന് അപമാനകരമായ കാര്യമാണ് ഈ കേസെടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങൾ പരിഹാസത്തോടെ നോക്കിക്കാണുന്നു. ആ പാട്ട് എഴുതിയ ആളെയും അതിന് മ്യൂസിക് കൊടുത്ത ആളെയും അത് പാടിയ ആളെയും എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി നിയമപരമായും രാഷ്ട്രീയമായും സംരക്ഷിക്കും. കേസെടുത്ത നടപടി കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും സർക്കാരിനില്ലാതില്ല. മീഡിയ 1 തിരുവനന്തപുരം.